ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന വ്യക്തികളാണ്. നാളെ നടക്കാൻ പോകുന്ന എക്സാമിനും വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനും ഉപയോഗപ്രദമായിട്ടുള്ള ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്. ഇങ്ങനെ തന്നെ പഠിക്കുക. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി. ബി.ആർ. ഗവായി ആയിരുന്നു ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. സി.പി. രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കർ ഓം ബിർള. ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ. രാജ്യസഭാ ചെയർമാൻ. രാജ്യസഭാ ചെയർമാൻ സി.പി. രാധാകൃഷ്ണൻ. സി.പി. രാധാകൃഷ്ണനാണ് രാജ്യസഭാ ചെയർമാൻ. ലോകസഭാ പ്രതിപക്ഷ നേതാവ്. ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ഗോവിന്ദ് മോഹനാണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി.വി. സോമനാഥൻ. ടി.വി. സോമനാഥനാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ. 9ാമത്തെ വിജയ കിഷോർ രഹത്കർ 9ാമത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി പി.ആർ. രമേശ്. പി.ആർ. രമേശ് ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി. രാമസുബ്രഹ്മണ്യൻ. 9ാമത്തെ വി. രാമസുബ്രഹ്മണ്യൻ 9ാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇലക്ഷൻ കമ്മീഷണർമാർ. ഇലക്ഷൻ കമ്മീഷണർമാർ വിവേക് ജോഷി, സുഖബീർ സിംഗ് സന്ധു. വിവേക് ജോഷിയും സുഖബീർ സിംഗ് സന്ധുവുമാണ് ഇലക്ഷൻ കമ്മീഷണർമാർ. UPSC ചെയർമാൻ. UPSC ചെയർമാൻ അജയ് കുമാർ. അജയ് കുമാർ ആണ് UPSC ചെയർമാൻ. ISRO ചെയർമാൻ. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISRO ചെയർമാൻ.
DRDO ചെയർമാൻ DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത്. ഡോക്ടർ സമീർ വി കാമത്താണ് DRDO ചെയർമാൻ. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ ആണ് 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നീതി ആയോഗിന്റെ CEO നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബർ. നിധി ചിബ്ബർ ആണ് നീതി ആയോഗിന്റെ CEO. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. RBI ഗവർണർ RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര 26-ാമത്തെ. സഞ്ജയ് മൽഹോത്ര 26-ാമത്തെ RBI ഗവർണറാണ്. SBI ചെയർമാൻ SBI ചെയർമാൻ ചല്ല ശ്രീനിവാസലു ഷെട്ടി. ചല്ല ശ്രീനിവാസലു ഷെട്ടിയാണ് SBIയുടെ ചെയർമാൻ. നബാർഡ് ചെയർമാൻ നബാർഡ് ചെയർമാൻ ഷാജി KV. ഷാജി KV ആണ് നബാർഡ് ചെയർമാൻ. സെബി ചെയർമാൻ സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ CAG ഇന്ത്യയുടെ CAG സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ CAG. അറ്റോർണി ജനറൽ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണിയാണ് അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. 35ഓളം പദവികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം തന്നെ നന്നായി തന്നെ പഠിച്ചു പോവുക. കൺഫ്യൂഷൻ ഉള്ളത് വീണ്ടും വീണ്ടും കേട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത എക്സാമിന് മുമ്പ് ഇതെല്ലാം പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പദവികൾ എന്ന ടോപ്പിക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം. നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് പഠിപ്പിച്ചത് ചിലപ്പോൾ നാളെ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കമന്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിലുണ്ടാവും. അത് നോക്കി തിരുത്തി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായി തന്നെ എക്സാം എഴുതുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.